എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഫുൾ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അത് ഫുൾ വീഡിയോ കാണാൻ പറയുന്നത് വേറൊന്നുമല്ല, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക വിശേഷമെന്ന് പറയുന്നത്, രാത്രിയിലത്തെയും രാവിലത്തെയും കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതും രാവിലെ മടി പിടിച്ചിരിക്കുന്നതുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. അപ്പോൾ രാത്രിയിൽ കഴിക്കാനായിട്ട് ചോറ് തിളപ്പിക്കണം. പിന്നെ തക്കാളി കറി വെക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ തക്കാളി കടുക് വറുത്തിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കുമ്പോൾ ജീരകവും മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളിയിട്ട് അരച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തക്കാളി വഴറ്റി അതിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് എടുക്കുന്നു. അത്രയേ ഉള്ളൂ, എളുപ്പ പരിപാടിയാണ് എൻ്റെ കേട്ടോ. അപ്പോൾ അതാണ് രാത്രിയിൽ കഴിക്കുന്നത്. രാത്രിയിൽ വെക്കുന്നതെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെച്ചില്ല കേട്ടോ. ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, തലേ ദിവസത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് രാവിലത്തെ ഇഡലി തന്നെ എടുത്തു കേട്ടോ. ഇഡലി ബാക്കി ഉച്ചയ്ക്ക് കഴിക്കാനും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു. അപ്പോൾ വൈകിട്ട് ചോറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചോറ് ഫ്രിഡ്ജിലിരുന്നതെടുത്ത് തിളപ്പിച്ചൂറ്റി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ കൂടെ തക്കാളി ഒഴിച്ച് കൂട്ടാനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വെക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, രാത്രി ചേട്ടായി ചോറും കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. ചേട്ടായി കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കാകുമ്പോൾ ചോറ് മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ കാര്യം കാണണം കേട്ടോ. രാവിലെ ഉറക്കം എണീറ്റിട്ട് ചായ കുടിച്ചിട്ട് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഒന്നും ചെയ്യാൻ വയ്യ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാനും പറ്റൂല, എഴുന്നേറ്റിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിലും ചായ ഇടുന്ന സമയത്തിന് ഞാൻ ഇഡലി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചമ്മന്തിയും കൂടി ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ ചേട്ടായി കുളിച്ചിട്ട് വന്നു. നീലൂട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. നീലൂട്ടൻ സുഖമായിട്ട് ഉറങ്ങുക, നല്ലതായിട്ട് ഉറങ്ങുക. ഇന്നെന്തായാലും കുറച്ച് താമസിച്ചാണ് നീലൂട്ടൻ എഴുന്നേറ്റത്. നല്ല ഉറങ്ങിയിട്ടായിരുന്നു എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് പിന്നെ ഉറക്കം വരും കേട്ടോ. ചായ കുടിച്ച കപ്പും എല്ലാം അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന പടുതിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ചില ദിവസം ഇങ്ങനെ ഭയങ്കര മടിയാവുമേ, രാവിലെ എഴുന്നേക്കാനേ തോന്നില്ല. അങ്ങനെ ഇഡലി ഇവിടെ എടുത്ത് വെച്ചു. ഇഡലി ഇന്നലത്തേൻ്റെ അത്ര സോഫ്റ്റ് അല്ല കേട്ടോ. പിന്നെ നീലൂട്ടനുള്ള കപ്പിൽ ചായ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോഴത്തേനും നീലൂട്ടൻ എണീറ്റ് കേട്ടോ. എഴുന്നേറ്റിരുന്നിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. കുറേ ന്യായം പറച്ചിലും കളി പറച്ചിലും ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തപ്പാൻ തുടങ്ങും. ട്രെയിന്, ബസ്, കാറ്, ബൈക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോന്നിങ്ങനെ തപ്പിയെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അതൊക്കെ എടുത്ത് ഒരു ട്രെയിൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്ന് നല്ല മൂഡിലാണ് എഴുന്നേറ്റത്. വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു ആൾ എഴുന്നേറ്റപ്പം. അങ്ങനെ ഇനി ആളിന് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം. ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. ആഹാരം ഇപ്പം കഴിപ്പൊക്കെ രാവിലത്തെ ആഹാരം കഴിക്കാനാണ് ആളിന് മടി. ഉച്ചയ്ക്ക് വൈകിട്ടുമൊക്കെ കഴിച്ചോളും. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയായി. എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഉറക്കച്ചടവൊക്കെ കാരണമായിരിക്കാം. അതിപ്പോൾ നമുക്കായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആഹാരം കഴിക്കാനായിട്ടുള്ള മടി. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങൾ പോന്നു. ബൈ ബൈ.